ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമുക്ക് റാങ്ക് മേക്കിംഗ് ആയ അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയ ചോദ്യങ്ങൾ പൊതുവെ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയോ? അതായത് കറണ്ട് അഫയേഴ്സിലും പ്രിലിംസിലും മെയിൻസിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഉദാഹരണത്തിന് കേരളത്തിന്റെ എക്കണോമിക്സ് അല്ലെങ്കിൽ കേരളത്തിന്റെ എക്കണോമി, ഈ ഒരു ടോപ്പിക് നമുക്ക് പ്രിലിംസിന് ആവശ്യമുണ്ട്. മെയിൻസിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഒരു പ്രത്യേക മൊഡ്യൂൾ ഇത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പത്രങ്ങളിൽ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കുമാണത്. അതുകൊണ്ട് തന്നെ ഹിന്ദു പത്രത്തിൽ വന്ന ഒരു പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മാത്രമല്ല, ഡിഗ്രി ലെവൽ 10th പ്ലസ് 2 ലെവൽ ഏതൊരു പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ എന്റെ കൂടെ നിൽക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിനെ നമ്മുടെ വരുതിയിൽ വരുത്താം. ഓക്കെ, അപ്പൊ വാർത്തയിൽ കത്തി നിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, മാതൃ മരണ അനുപാതം എന്ന് പറയും. അതായത് അമ്മമാരുടെ മരണനിരക്ക്. ഇപ്പോൾ 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് കാരണം അമ്മമാര് മരിക്കാറുണ്ട്. അപ്പൊ 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ എത്ര അമ്മമാരാണ് മരിക്കുന്നത് എന്നുള്ളൊരു റേഷ്യോ ഉണ്ട്. ഈ റേഷ്യോയുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല എത്രത്തോളം അവിടുത്തെ അമ്മമാരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, മെഡിസിൻസ് ആയിക്കോട്ടെ, ചികിത്സ ആയിക്കോട്ടെ, അത് കൊടുക്കുന്നു എന്നുള്ളതിനെ വിലയിരുത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂചനയാണത്, ഒരു സൂചികയാണതെന്ന് പറയും. അപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഇത് അടിപൊളിയാണ്. കാര്യം മാതൃമരണ നിരക്ക് വളരെ കുറവാണ് കേരളത്തിൽ, പക്ഷേ അടുത്ത കാലത്ത് ഇത് കൂടിക്കൂടി വരുവാണ്. അപ്പോ പ്രശസ്തരായിട്ടുള്ള പല എക്കണോമിസ്റ്റുകളും പറഞ്ഞത് കൂടി തന്നെ പോകും, നമുക്കിതിനെ മാറ്റാൻ ഒരു മാർഗമില്ലെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അപ്പൊ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരം പഴയ പോലെയുള്ള PSC പരീക്ഷകളിൽ ചോദിക്കുന്ന പോലെ തത്തമേ പൂച്ച നിലവാരത്തിലല്ല നമ്മൾ പഠിക്കേണ്ടത്. കുറച്ചും കൂടി ഉന്നതമായ നിലവാരത്തിൽ കോൺസെപ്റ്റ് അറിഞ്ഞ് വിശകലനാത്മകമായി പഠിക്കുക. ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പത്രം വായിക്കേണ്ടത് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാകും. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സും ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. രാവിലെ മോക്ക് ടെസ്റ്റുകൾ ഒക്കെ ചാനൽ നമ്മൾ ഫ്രീ ആയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക. ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആണത്. അപ്പൊ നമ്മുടെ പ്രശ്നം ഇതാ, കേരളത്തിൽ മാതൃമരണ നിരക്ക് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ, റേറ്റ്, പല പേരിൽ അത് പറയും, അത് കൂടാൻ പോവുകയാണ്, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കുറച്ച് കൂടിക്കൂടി വരികയാണ്. എന്താണ് ഈ വിചിത്രമായ കാര്യത്തിന്റെ റീസൺ? നമുക്കത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രിലിംസിൽ ചോദ്യം വരാൻ സാധ്യത എങ്ങനെയാണെന്ന് അറിയോ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടായിരിക്കും പറയാം. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ മാതൃമരണ നിരക്ക്, റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും അനുപാതം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒന്നാണോ അതോ രണ്ടാണോ? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ അതിന്റെ ഭാഗമായി എത്ര അമ്മമാർ മരണപ്പെടുന്നു എന്നുള്ള കണക്കാണ്. ഇപ്പം എക്കണോമിക്സ് ഞാൻ പലപ്പോഴും പറയുന്നത് ഒരു ഫിലോസഫിക്കൽ സബ്ജക്റ്റ് ആണ്. പല സ്ഥലത്തും പലതിന്റെയും ഡെഫിനിഷൻ മാറും. ചില സ്ഥലത്ത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ബേസിസിലാണെങ്കിലും 1,00,000 കുട്ടികൾ ജനിക്കുമ്പോൾ ഉള്ള കണക്കാണെന്ന് പറയുന്നത്. ചില സ്ഥലത്ത് ഇത് 1000 ആണ്. മനസ്സിലായല്ലോ? 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര അമ്മമാർ മരിക്കുന്നു. അപ്പൊ കണക്ക് അങ്ങോട്ട് മാറും. പക്ഷെ ജനറലി സ്പീക്കിംഗ് 1,00,000 ആണ് നമ്മൾ ബേസിസ് ആയിട്ട് വെക്കുക. പിന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന് മറ്റു ചില സ്ഥലത്ത് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ? മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ MMR അല്ലെങ്കിൽ മാതൃമരണ നിരക്ക്, റേഷ്യോ ആണെങ്കിലും റേറ്റ് ആണെങ്കിലും അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത്, അമ്മമാരുടെ മരണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത്, എത്ര കുട്ടികൾ ജീവനോടെ ജനിക്കുന്നു, ഇൻറ്റു 1,00,000 ആണ് പൊതുവെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിന്റെയും റേഷ്യോയുടെയും ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അപൂർവമായി ചില സ്ഥലത്ത് ഇതിന് പകരം എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളുടെ പോപ്പുലേഷൻ ആണ് ഇവിടെ പലയിടത്തും കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ അത് വിട്ടുകളയാം. നമുക്ക് ഈ ഒരു റേഷ്യോ, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്തിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം ആ രാജ്യത്തിലെ അമ്മമാർ എത്രത്തോളം സുരക്ഷിതരാണെന്നുള്ളത്. കാര്യം പണ്ടത്തെ സെറ്റപ്പ് എങ്ങനെ, അമ്മമാര് വീട്ടിലാണ് പ്രസവിക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള പരിചരണം കിട്ടണമെന്നില്ല.
മെഡിസിൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ മരണനിരക്ക് പണ്ട് കൂടുതലായിരുന്നു. പക്ഷെ പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി, അതായത് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു സിസ്റ്റം വരികയും ഹോസ്പിറ്റലിൽ ഡെലിവറി നടത്തുന്നത് കൊണ്ട് തന്നെ മാതൃമരണ നിരക്ക് നന്നായിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആരോഗ്യ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അമേരിക്കയിൽ മാതൃമരണ നിരക്ക് 1,00,000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 32 അമ്മമാരാണ് ഏകദേശം അമേരിക്കയിൽ മരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ 19 മരണം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇവർ അത്രയും അടിപൊളിയാണ് കേരളത്തിന്റെ ഹെൽത്ത് സെക്ടർ. ഇതാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ പോലുള്ള മേഖലകൾ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ. അപ്പം GDP നോക്കുമ്പോൾ വലിയ നേട്ടമൊന്നും കാണത്തില്ലായിരിക്കും, പക്ഷെ ആരോഗ്യ മേഖല, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കൾച്ചറൽ മേഖല, അവിടെയൊക്കെ നമ്മൾ അടിപൊളിയാണ്. അപ്പൊ അതുകൊണ്ട് 19 എന്നുള്ള ഒരു സംഖ്യയിൽ എത്തുക എന്ന് വെച്ചാൽ മാജിക് ആണ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും 0 ആക്കാൻ ഒക്കത്തില്ല. മാതൃമരണ നിരക്ക് ലോകത്തിൽ എവിടെ 0 ആയിട്ട് മാറ്റാൻ ഒക്കത്തില്ല. കാര്യം അത് പല പ്രശ്നത്തിനുണ്ട്. പക്ഷെ കേരളത്തിൽ 19 ഉള്ളൂ. അപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 32, 35 ആണ് 2021 കണക്ക് വെച്ച് നോക്കുമ്പോൾ. അത് വെച്ച് നോക്കുമ്പോൾ കേരളം ഭയങ്കര സേഫ് ആണ്. ഇതിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ വന്നത് നമുക്കറിയാം കോവിഡിന്റെ കാലഘട്ടത്തിലാണ്. കോവിഡ് എല്ലാവരെയും ബാധിച്ചു, ധാരാളം ആൾക്കാർ മരിച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മാതൃമരണ നിരക്കും ആ കാലഘട്ടത്തിൽ കുറച്ച് കൂടിയായിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമായിരുന്നു. ഫാക്ടേഴ്സ് ബിയോണ്ട് അവർ കൺട്രോൾ ആണ്, നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം വളരെ സേഫ് ആയിരുന്നു അപ്പോഴും. പക്ഷേ ഇപ്പം കോവിഡ് ഇല്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കേരളത്തിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പെതുക്കെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനർത്ഥം കൂടുതൽ അമ്മമാർ കേരളത്തിൽ മരിക്കുന്നു എന്നാണോ? അല്ലെങ്കിൽ കേരളം ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥലമായി മാറി എന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലം ആണ്. അതായത് നിങ്ങൾ ഇതിന്റെ ഇക്വേഷൻ നോക്കുക. ഇക്വേഷൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ലൈവ് ബർത്ത്സ് ഇൻറ്റു 1 lakh ആണ് അതിന്റെ റേഷ്യോ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് മെറ്റേണൽ ഡെത്ത് ഇത് നമ്മൾ നന്നായിട്ട് കുറച്ചു വന്നിരിക്കട്ടെ. നന്നായിട്ട് കുറയ്ക്കുക. നമ്മുടെ കയ്യിലുള്ള ഇതാണല്ലോ, നല്ല ചികിത്സ കൊടുക്കുക, അമ്മമാരുടെ മരണം കുറയ്ക്കുക. സ്റ്റിൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത്, ഇതാണല്ലോ ഡിനോമിനേറ്റർ കിടക്കുന്നത്. ഇതിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ കൂടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും ഡിനോമിനേറ്ററിലുള്ള സംഖ്യയുടെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ എത്ര ചെറുതാണെങ്കിലും ഈ റേഷ്യോ കൂടും. അതാണ് അതിന്റെ പ്രശ്നം. നമ്പർ ഓഫ് ലൈവ് ബർത്ത്, കേരളത്തിൽ പുതിയതായി ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വന്നതുകൊണ്ടാണ് ഈ റേഷ്യോ കൂടിയത്, അല്ലാതെ അമ്മമാർ മരിക്കുന്നത് കൊണ്ടല്ല. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രശ്നം. സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി പറയുന്ന ഒരു കാര്യം തന്നെ അതാണ്. 2 ടൈപ്പ് കള്ളങ്ങളുണ്ട്. ഒന്ന് കള്ളം, രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്സ്. കാര്യം പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ഈ രീതിയിൽ തെറ്റിദ്ധാരണ വരുത്താൻ കാരണമാവും. ഇവിടെ നോക്കിയാൽ നമ്മൾ ഇപ്പൊ അമ്മമാരുടെ മരണം എത്ര കുറച്ചു കൊണ്ടുവന്നാലും നമ്പർ ഓഫ് ലൈവ് ബർത്ത്, കുട്ടികൾ, ഇപ്പൊ പോപ്പുലേഷൻ കൺട്രോൾ വന്ന് പല പല റീസൺ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾ ജനിക്കുന്നത് കുറവാണെങ്കിൽ ഈ റേഷ്യോ കൂടി തന്നെ നിൽക്കും. നമ്മുടെ കയ്യിലല്ല അതിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. നമുക്ക് ഈ റേഷ്യോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കുറയുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, പക്ഷേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് ഈ ചോദ്യം വരും. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് എങ്ങനെ വരുന്നത്? കേരളം ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അമ്മമാരുടെ മരണനിരക്ക് കുറവാണ്, അല്ലെങ്കിൽ മാതൃമരണ നിരക്ക് കുറവാണ്. അതൊരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാതൃമരണ നിരക്ക് കൂടിക്കൂടി വരുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ അമ്മമാരുടെ അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അമ്മമാരുടെ മരണം റിലേറ്റീവ്ലി കുറവ്. മൂന്നായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു അനാലിസിസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ വളഞ്ഞു കുത്തി ചോദിച്ചാലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പൊതുവെ, അതായത് ജനറലി സ്പീക്കിംഗ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മാതൃമരണ നിരക്ക് കൂടുന്നത് അമ്മമാര് മരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അതുകൊണ്ടല്ല. കേരളം ഒരു എക്സെപ്ഷനാണ്. കേരളത്തിൽ മാതൃമരണ നിരക്ക് കൂടുന്നത് അമ്മമാര് മരിക്കുന്നത് കൊണ്ടല്ല, പകരം ലൈവ് ബർത്ത്, കുട്ടികൾ ജനിക്കുന്നത് കുറവാണ്. കാര്യം ആൾക്കാരെല്ലാം നമുക്കൊന്നുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയാണ്, അല്ലെ? എല്ലാവർക്കും ഒരൊറ്റ കുഞ്ഞു മതി, പലരും കുട്ടികളെ വേണ്ട എന്നുള്ള ചിന്തയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ജനിക്കുന്നത് കുറയുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഈ റേഷ്യോ കൂടുന്നത്, അല്ലാതെ അമ്മമാര് മരിക്കുന്നത് കൊണ്ടല്ല. കേരളത്തിനെ പോലെ ഇത്രയും അടിപൊളി ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ള ഒരു സംസ്ഥാനം മറ്റെവിടെയും നമുക്ക് ഇന്ത്യയിൽ കണ്ടെത്താൻ സാധിക്കില്ല. ലോകത്ത് പോലും അമേരിക്കയേക്കാൾ ബെറ്റർ ആണ് കേരളം. എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അതൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് നമുക്ക് ചോദ്യം വരുന്ന വഴി. മനസ്സിലായല്ലോ? ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഒന്നിന്റെ ഓപ്പോസിറ്റ് അല്ലെ മറ്റേന്ന് നമുക്ക് തോന്നും. സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറയുന്നത്?
കേരളത്തിൽ മാതൃമരണ നിരക്ക് കൂടി വരുന്നു. അത് ട്രൂ ആണ്, ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? കേരളത്തിൽ അമ്മമാരുടെ മരണം കുറവാണ്. അതും ട്രൂ ആണ്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് തോന്നും. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രഹേളിക അല്ലെങ്കിൽ വിരോധാഭാസം, പാരഡോക്സ് സംഭവിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. പണ്ടൊക്കെ കേരളത്തില് ഓൺ ആൻ ആവറേജ് ഒരു വർഷം ഏകദേശം 5 ലക്ഷം മുതൽ 5.5 ലക്ഷം വരെ കുട്ടികൾ ജനിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഏകദേശം 4 ലക്ഷത്തിൽ താഴെ കുട്ടികൾ ജനിക്കുന്നുള്ളൂ. അപ്പം ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയുന്നുണ്ട്. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് മറ്റേ റേഷ്യോയുടെ വാല്യൂ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലെ ആണെങ്കിലും റേഷ്യോയിലെ ആണെങ്കിലും ഈ കുതിപ്പ്, പുഷ് എന്ന് പറയുന്നത് ഒരിക്കലും അമ്മമാര് മരിക്കുന്നത് കൊണ്ടല്ല, പകരം ലോ ബർത്ത് റേറ്റ് ഉള്ളത് കൊണ്ടാണ്. കാര്യം കേരളം അടിപൊളിയായിട്ട് പോപ്പുലേഷനെ കൺട്രോൾ ചെയ്തിരുന്നു. അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് എക്സാമിന് വരാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ഇപ്പൊ നീതി ആയോഗിന്റെ ഒക്കെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഇൻഡെക്സ്, അതായത് സുസ്ഥിര വികസന സൂചികയുടെ ഇൻഡെക്സിനകത്ത് കേരളത്തിന് നല്ല റാങ്ക് ആയിരുന്നു. പക്ഷേ കേരളത്തിന്റെ റാങ്ക് കുറയാൻ പോവാ. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഒരിക്കലും ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 20 ആക്കാൻ ഒക്കത്തില്ല. കാര്യം ഈ സുസ്ഥിര വികസന സൂചികയിൽ കേരളത്തിന്റെ ടാർജറ്റ്, നമ്മളെ ലക്ഷ്യം വെച്ചത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് 20 ആക്കണമെന്നായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ട്. 2030 20 ആക്കണമെന്നൊക്കെ ആയിരുന്നു നമ്മുടെ ആഗ്രഹം. അത് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം കുട്ടികൾ ജനിക്കുന്നത് കുറഞ്ഞു വരുവാണ്. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷനകത്ത് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാൻ ഒക്കത്തില്ല. ഇത് സന്തോഷിക്കണോ ദുഃഖിക്കണോ നമുക്ക് അറിയത്തില്ല. കാര്യം നല്ലതാണ്, പോപ്പുലേഷൻ കുറയുന്നത് നല്ലതല്ലേ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ നല്ലതല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേരളം ഇരിക്കുന്നത്. കാര്യം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ കേരളത്തിന് ടാർജറ്റ് ഇനി അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് എക്കണോമിക്സിന്റെ ബേസിക് ക്രൈറ്റീരിയാസ് ആണ്. പ്രിലിംസിൽ നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. അതായത് ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഫെർട്ടിലിറ്റി റേറ്റ് എന്താ? ഫെർട്ടിലിറ്റി റേറ്റ് ഒരു സ്ത്രീ അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണമാണ് ഫെർട്ടിലിറ്റി റേറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ അവരുടെ ജീവിതകാലത്ത് ഒരു കുട്ടിക്ക് ജന്മം നൽകാം, 2 കുട്ടിക്ക് ജന്മം നൽകാം, 10 20 കുട്ടികൾക്ക് വേണമെങ്കിൽ ജന്മം നൽകാം. അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലക്ഷ്യം വെക്കുന്നത് റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി അച്ചീവ് ചെയ്യാനാണ്. അപ്പൊ അതായത് റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരച്ഛൻ ഒരമ്മ അവര് മരിച്ചു കഴിയുമ്പോൾ അവരുടെ സ്ഥാനത്ത് 2 പേരുണ്ടായിരിക്കണം, അല്ലെ? എന്നാൽ മാത്രമേ പോപ്പുലേഷൻ സ്റ്റേബിൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മ, അതാണ് കുടുംബം. അവര് മരിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു കുട്ടി ഉള്ളെങ്കിലോ, നേരത്തെ 2 പേരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളുള്ള, പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യും. എപ്പോഴും ഒരച്ഛൻ ഒരമ്മ. അപ്പൊ അവർക്ക് 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ മരിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ സൊസൈറ്റിയിൽ 2 പേര് കാണും. ഇപ്പൊ പോപ്പുലേഷൻ അങ്ങനെ സ്റ്റേബിൾ ആയി അങ്ങ് പൊക്കോളും. ഇതാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്ക് 20 കുട്ടികൾ ഉണ്ടെങ്കിലോ പോപ്പുലേഷൻ കൂടും, അതിഭീകരമായി പോപ്പുലേഷൻ കൂടും. അതിന്റെ ഭാഗമായിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2.1. ഇതാണ് നമുക്ക് വേണ്ടത്, 2.1. അപ്പം ഒരച്ഛനും അമ്മയ്ക്കും 2.1 കുട്ടികൾ ഉണ്ടാവും. അതെങ്ങനെ പോസിബിൾ എന്ന് ചോദിക്കരുത്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് കേട്ടോ. കാര്യം 0.1 എന്നുള്ള ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരു പഞ്ചായത്തിൽ 100 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ 100 കുട്ടികളും ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുമോ? ഇല്ല, കുറച്ച് ആൾക്കാർ മരിച്ചു, അല്ലെ? അതുകൊണ്ടാണ് ഈ 0.1 നമ്മൾ ഇട്ടിട്ടുള്ളത്. 2 ആണ് കറക്റ്റ് വേണ്ടത്. 2.1 ഇട്ടുള്ളത് ഇത്തരം കണ്ടിജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 ലക്ഷം കുട്ടികൾ ജനിക്കുന്നു, ഈ 1 ലക്ഷം കുട്ടികളും 100 വയസ്സ് വരെ ജീവിച്ചിരിക്കും? ഇല്ല, ചില ആൾക്കാർ നിർഭാഗ്യവശാൽ ചെറിയ പ്രായത്തിന് മരിച്ചു പോയേക്കാം. അതുകൊണ്ടാണ് 2.1ന്റെ കണക്ക്. കേരളം 1987 തന്നെ ഇത് അച്ചീവ് ചെയ്തതാണ്. ഇത് ചോദിക്കും കേട്ടോ. കേരള എക്കണോമിക്സ് ഓഫ് കേരള ഫ്രം ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് സിലബസിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇത് പഠിച്ചോണം. കേരളം റീപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ഫെർട്ടിലിറ്റി അച്ചീവ് ചെയ്തത് 2.1 എന്ന ഈ റേറ്റ് അച്ചീവ് ചെയ്ത് 1987 പക്ഷേ നമ്മളത് പിന്നെയും കുറച്ചു, 1.8 ആക്കി, 1.7 ആക്കി. 2020 ആയപ്പോഴത്തേക്കും 1.5 ആയി. അതായത് ഒരച്ഛൻ ഒരമ്മ അവർക്ക് 1.5 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ആ 0.5ന്റെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ റീസൺ എന്താണെന്നറിയോ? പല കുടുംബത്തിലും ഇപ്പൊ ഒരു കുട്ടി മതി എന്നുള്ളൊരു സെറ്റപ്പാണ്. നിങ്ങൾക്ക് അറിയാലോ, മോഡേൺ ഫാമിലിയിലേക്ക് വരുമ്പോഴത്തേക്കും പണ്ട് നാം 2 നമുക്ക് 2 എന്നായിരുന്നു. ഇപ്പൊ നാം 2 നമുക്ക് 1 എന്നുള്ള ഫിലോസഫിയിലേക്കാണ് ആൾക്കാർ പോകുന്നത്. പിന്നെ പല ആൾക്കാരും കല്യാണം കഴിക്കാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. എന്നാലല്ലേ കുട്ടികളെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. കല്യാണം കഴിച്ച കപ്പിൾസ് ആണെങ്കിലും കുട്ടികൾ വേണ്ട എന്നുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള കപ്പിൾസ് ധാരാളം ഉണ്ട്, അല്ലെ?
പിന്നെ ചില ആൾക്കാർ വളരെ പ്രായമായതിനു ശേഷം ഒരു ജോലി, പണ്ടൊക്കെ എങ്ങനെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് പെണ്ണുങ്ങളെ പിടിച്ച് കെട്ടിക്കും. ഇപ്പൊ അങ്ങനാണോ? ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പല പെൺകുട്ടികളുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം മതി എന്നുള്ള വാശിയിലാണ് പലരും ഇരിക്കുന്നത്. അതാണ് വേണ്ടത്, അല്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കല്യാണപ്രായം കുറച്ച് കൂടും, അത് സാരമില്ല. പക്ഷെ നമുക്ക് ഫ്യൂച്ചർ ആണല്ലോ വലുത്. അപ്പൊ ഹയർ ഏജ് ഓഫ് മാരേജ് അതും ഇതിന് കാരണമാവുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ കെട്ടുകയേ വേണ്ട. പിന്നെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തു പോകുന്നു. കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെയാണ് അവർ പിന്നെ സെറ്റിൽ ആവുന്നത്. അപ്പൊ അതും കേരളത്തിലെ ബർത്ത് റേറ്റ് കുറയാൻ കാരണമാവും. ഇതൊക്കെയാണ് കുട്ടികൾ ജനിക്കുന്നതിന്റെ തോത് കേരളത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അല്ലെ, ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പൊ നിലവില് നമ്മുടെ 2024 ആകുമ്പോഴത്തേക്കും നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ 1.46 ആണ്. ഇത് എങ്ങോട്ടായി പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറച്ച് കൂടി വരുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ ജനിക്കുന്നില്ല, കുട്ടികൾ പോപ്പുലേഷൻ കൺട്രോൾ വന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് മാതൃമരണ നിരക്ക് കൂടാൻ പോകുന്നത്, അല്ലാതെ അമ്മമാര് മരിക്കുന്നതുകൊണ്ടല്ല. അത് മാത്തമാറ്റിക്കൽ ഇഷ്യൂ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു മോഡേൺ സ്റ്റേറ്റ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ മാത്രമാണ്, നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാ? പോപ്പുലേഷൻ കൺട്രോൾ ആവുന്നുണ്ട്, അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ത്രീകളുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിലും സ്റ്റേറ്റ് ഭയങ്കര കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താ ഈ ഒരു കാര്യത്തിൽ? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുക എന്ന് പറയുന്നത് പൊതുവെ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ച് നല്ലതാണോ ചീത്തയാണോ? കമന്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം. ഒരു അഡീഷണൽ ഡേറ്റയും കൂടെ പറഞ്ഞ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കേരളത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. കാര്യം കേരളത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി 100%. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി എന്ന് പറയുന്നത്? പണ്ട് കാലത്ത് നമുക്കറിയാം പ്രസവം നടക്കുന്നത് വീടുകളിലാണ് അല്ലെ. മാർക്കോ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിലേക്ക് വരിക. ഓക്കെ, പക്ഷേ കേരളത്തിലെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹോസ്പിറ്റൽസിൽ പോയി ശാസ്ത്രീയമായി ചികിത്സ തേടി അങ്ങനെയാണ് പ്രസവം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി ഓൾമോസ്റ്റ് 100% എന്നറിയാം. നോർത്ത് ഇന്ത്യയിലൊന്നും ഇതല്ല അവസ്ഥ. അതുകൊണ്ട് തന്നെ അവിടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആണ്. ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ പ്രസവം നടക്കുന്നു, അമ്മമാർ അവിടെ മരിക്കുന്നു, ബ്ലഡ് നഷ്ടപ്പെടുന്നു, ബ്ലഡ് കൊടുക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെ ഇഷ്യൂ വരുന്നു. കേരളത്തിൽ ഓൾമോസ്റ്റ് 100% ആണെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുതിയ പാറ്റേൺ PC പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കാൻ. ഓരോ പത്രവാർത്ത കാണുമ്പോഴും നമ്മൾ സിലബസുമായി ലിങ്ക് ചെയ്യിക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കാം ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. അപ്പൊ ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ബാച്ചസിൽ. ഞങ്ങളുടെ ബാച്ചിൽ അംഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ടെലിഗ്രാം മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. മെന്റേഴ്സ് കോഴ്സിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്തരത്തിൽ പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സുകൾ ഏറ്റവും ആഴത്തിൽ, ഏറ്റവും അഫോർഡബിൾ ആയ ഒരു ഫീസ് സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാം. താങ്ക് യു, ബൈ.